ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നു CPIM എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു വാർത്ത. AR റഹീം MP ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ നിരന്തരമായ പ്രതിഷേധങ്ങൾക്ക് വഴങ്ങി ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയ്ക്കെടുക്കുന്ന രീതിയിലേക്ക് സർക്കാരിന് പോകേണ്ടി വന്നിരിക്കുന്നത്. ലോക്സഭയിൽ ഇന്ന് 16 മണിക്കൂർ ചർച്ച എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷം ഉന്നയിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഇവിടെ സർക്കാരിന് മറുപടി പറയേണ്ടി വരും. നമ്മുടെ യുദ്ധവിമാനങ്ങൾ നഷ്ടമായിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ ഈ വിവരം നേരത്തെ തന്നെ അറിയിച്ചത് എന്നടക്കമുള്ള ഒരുപാട് ഗൗരവതരമായ പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. സുരക്ഷാ വീഴ്ച എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയധികം കിലോമീറ്റർ ദൂരം ഈ ഭീകരർ പഹൽഗാമിലേക്ക് നമ്മുടെ അതിർത്തി കടന്നു വന്നത് എന്ന ചോദ്യങ്ങളൊക്കെ ഇന്ന് പാർലമെന്റിൽ ഉയരും, ലോക്സഭയിൽ ഉയരും. അതിനൊക്കെ കേന്ദ്രം ഏത് രീതിയിൽ മറുപടി നൽകും, ഒപ്പം തന്നെ പ്രധാനമന്ത്രി സംസാരിക്കുമോ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാർലമെന്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. സ്വാതി തന്നെ ദില്ലിയിൽ നിന്ന് നമ്മളോട് സംസാരിക്കും പാർലമെന്റിന്റെ വിവരങ്ങൾ. സ്വാതി, രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ. ഒന്ന്, ഈ പറഞ്ഞതുപോലെ ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമം അതിപ്പോൾ അടിയന്തര പ്രമേയമായി രാജ്യസഭയിലേക്ക് എത്തുന്നു. മറുഭാഗത്ത് ലോക്സഭയിൽ നിരന്തരമായ പ്രതിഷേധത്തിന് വഴങ്ങി ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യാൻ സമ്മതിക്കേണ്ട അവസ്ഥയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നു. പ്രതിപക്ഷം കഴിഞ്ഞ കുറേ നാളുകളായി പൊതുസമൂഹത്തിന് മുൻപിൽ ചോദിച്ചുകൊണ്ടിരുന്ന പല ചോദ്യങ്ങൾക്കും കേന്ദ്ര സർക്കാരിന് മറുപടി ഉണ്ടാകുമോ എന്നതാണ് പാർലമെന്റിലെ 16 മണിക്കൂർ ചർച്ചയിൽ നമ്മൾ കാത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി സംസാരിക്കുമോ എന്നതും ഒരു ചോദ്യം തന്നെയാണ്. മനു, ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ട തുടർച്ചയെന്ന നിലയിൽ അക്കാര്യം തന്നെ ആദ്യം പാർലമെന്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോകാം. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ രാജ്യസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുകയാണ് AR റഹീം MP. സഭ നിർത്തിവെച്ചുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യമാണ് നടക്കുന്നത്. ഈ മതപരിവർത്തന നിരോധന നിയമങ്ങളുടെ പേരിൽ അതിൻ്റെ മറവിൽ ക്രിസ്ത്യൻ വേട്ട തുടരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചട്ടം 267 പ്രകാരമാണ് ആ നോട്ടീസ് നൽകിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഇന്നലെ തന്നെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ CPM അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കും, പാർലമെന്റിൽ ചർച്ച ഉണ്ടാകുമെന്നുള്ള നേരത്തെയുള്ള വിവരം ലഭ്യമായിട്ടുണ്ടായിരുന്നു. എന്തായാലും ലോക്സഭയിലേക്ക് വരുമ്പോൾ എന്തായാലും K. രാധാകൃഷ്ണൻ MP അടക്കമുള്ളവരും ഈ വിഷയം ചൂണ്ടിക്കാണിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അടിയന്തര പ്രമേയ നോട്ടീസ് ഈ വിഷയത്തിൽ നൽകിയേക്കാം എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് പാർലമെന്റിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ചർച്ചയ്ക്കായി എടുക്കുകയാണ്. കേന്ദ്രം അതിന് തയ്യാറായിരിക്കുന്നു. പഹൽഗാം ആക്രമണവും അതിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള ഈ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. പ്രതിപക്ഷം മാത്രമല്ല, രാജ്യത്തെ ജനങ്ങളൊക്കെയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി കേന്ദ്ര സർക്കാർ പറയേണ്ടി വരും എന്നുള്ളതാണ്. ഇന്ന് പാർലമെന്റിൽ ലോക്സഭയിൽ ഈ വിഷയത്തിൽ ചർച്ച നടത്താമെന്ന് നേരത്തെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവരായിരിക്കും ഈ വിഷയത്തിൽ എന്ന വിശദീകരണം പാർലമെന്റിൽ നൽകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഏകദേശം 16 മണിക്കൂർ നീണ്ട ചർച്ച തന്നെയായിരിക്കും പാർലമെന്റിൽ നടക്കുക. ഇതിൽ നിരവധി ചോദ്യങ്ങൾ എന്തായാലും കേന്ദ്ര സർക്കാർ നേരിടേണ്ടി വരും. നേരത്തെ സൂചിപ്പിച്ച പോലെ സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇപ്പോഴും കേന്ദ്രം തുടരുന്ന മൗനമുണ്ട്. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അതിനുശേഷമുള്ള വെടിനിർത്തൽ, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വെടിനിർത്തലിലെ ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ തരത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. നിരവധി തവണയായി ഡൊണാൾഡ് ട്രംപ് അത്തരം ന്യായങ്ങളുമായി അല്ലെങ്കിൽ അവകാശവാദങ്ങളുമായി രംഗത്ത് വരുമ്പോഴും കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം പോലും തഴഞ്ഞിരുന്നു. പകരം ഇത് മൺസൂൺ സെഷനിൽ, സാധാരണ നടക്കുന്ന മൺസൂൺ സെഷനിലാണ് ഈ ചർച്ച നടക്കുന്നത്. പ്രത്യേക പാർലമെന്റ് വിളിക്കാൻ അന്നേ കേന്ദ്രം വിമുഖത കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിഷയം നിസ്സാരമായി കാണാൻ കഴിയില്ല. രാജ്യസഭയും ലോക്സഭയും പ്രക്ഷുബ്ധമാകുമെന്നുള്ളതിൽ സംശയമില്ല. രാജ്യസഭയിൽ നാളെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുക. എന്നാൽ ഇന്ന് ലോക്സഭയിലാണ് ചർച്ചയുണ്ടാവുക. 16 മണിക്കൂർ നീണ്ട ചർച്ചയിൽ ഏതൊക്കെ തരത്തിലായിരിക്കും കേന്ദ്രം ഇതിൽ ഒരു കാര്യം കൂടി സ്വാതി, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പ്രധാനമന്ത്രി ഈ ചർച്ചയിൽ മറുപടി പറയുമോ എന്നതാണ്. വിദേശ സന്ദർശനം കഴിഞ്ഞ് പ്രധാനമന്ത്രി മടങ്ങിയെത്തിയില്ലേ, ചർച്ചയിൽ പങ്കെടുക്കുമോ? പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഏത് നിലപാട് കൈക്കൊള്ളും, അദ്ദേഹം മൗനം വെടിഞ്ഞ് എന്തെങ്കിലും ഒന്ന് മൊഴിയുവാൻ തയ്യാറാകുമോ എന്നുള്ളത് തന്നെയായിരിക്കും ആളുകളൊക്കെയും ഉറ്റുനോക്കുന്നത്. കാരണം അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം, അതോടൊപ്പം തന്നെ പെഹൽഗാമുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തണമെന്ന, പ്രധാനമന്ത്രി തന്നെ വിവിധ വിഷയങ്ങളിൽ ഉയർന്ന ചോദ്യങ്ങളിൽ പ്രതികരണം നടത്തണമെന്ന ആവശ്യം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ പോലും കേന്ദ്ര സർക്കാർ വിഷയത്തിൽ മൗനം തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് പാർലമെന്റ് ചേരുമ്പോൾ വിദേശയാത്രയൊക്കെ
സമയം കഴിഞ്ഞ പ്രധാനമന്ത്രി ഇന്ന് പാർലമെന്റിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കും? പ്രതിപക്ഷത്തിൻ്റെയൊക്കെയും വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയരുമെന്നുള്ളതിൽ സംശയമില്ല. നിരവധി ചോദ്യങ്ങളായിരിക്കും കേന്ദ്ര സർക്കാർ ഇന്ന് പാർലമെന്റിൽ നേരിടാൻ വേണ്ടി പോകുന്നത്. ആഭ്യന്തരമന്ത്രിയും വിദേശകാര്യമന്ത്രിയും അതോടൊപ്പം പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ എന്തായാലും പ്രതിപക്ഷ അംഗങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. പ്രധാനമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ഉറ്റുനോക്കിയാണ്. അദ്ദേഹം സംസാരിക്കുമോ എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തത കുറവുണ്ട്. മനു.